നമസ്കാരം. ഇറാനിലെ തടവറകളിൽ കഴിയുന്ന തടവുകാർ നേരിടുന്നത് മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതകളാണെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2025 ഡിസംബർ മുതൽ ഇറാനിൽ ആളിപ്പടരുന്ന കടുത്ത ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ലഹളകളുടെയും പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് ഭരണകൂടം തടവിലാക്കിയിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചയും ഭരണകൂട അടിച്ചമർത്തലുകളും ഉയർത്തി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർക്ക് നേരെ ചിക്കൻ കബാബ് മോഡൽ പീഡന മുറകളും അവയവങ്ങൾ മുറിച്ചുമാറ്റുന്ന ശിക്ഷാരീതികളും പ്രയോഗിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് നിരോധിച്ച സാഹചര്യത്തിൽ തടവറയ്ക്കുള്ളിലെ യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഇറാൻ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭീകരമായ അന്തരീക്ഷം ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പുതിയ ഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തിയതിന് പിടിയിലായവരെ കാത്തിരിക്കുന്നത് ക്രൂര പീഡനമാണ്. പ്രതിഷേധത്തിന്റെ പേരിൽ പിടിയിലായ ഇർഫാൻ സൊൾട്ടാനിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കടുത്ത പീഡനം നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മനുഷ്യാവകാശ സംഘടനകളും ഇതിന്റെ പേരിൽ ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞ പലർക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 72 മണിക്കൂർ വരെ 6 കാവൽക്കാരുടെ നേതൃത്വത്തിൽ തുടർച്ചയായ പീഡനം, ബോധം കെട്ട് വീഴുന്നത് വരെ മർദ്ദനം. ഇതിനു പുറമെ വൈദ്യുതാഘാതവും അനുഭവിച്ചവർ ഏറെയുണ്ട്. വെള്ളത്തിൽ മുക്കി മരണഭീതിയിലാഴ്ത്തുക, വധശിക്ഷയുടെ റിഹേഴ്സലുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡനമാണ് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ നേരിടേണ്ടി വരുന്നത്. സമാനമായ അനുഭവങ്ങൾ മുൻപ് ഇറാൻ തടവിൽ കഴിഞ്ഞിട്ടുള്ള പലരും വെളിപ്പെടുത്തുകയാണ്. ഈ ആഴ്ച കുറഞ്ഞത് 3000-ലധികം പ്രതിഷേധക്കാരെയാണ് സർക്കാർ വിരുദ്ധ കലാപത്തിന്റെ പേരിൽ പിടികൂടിയിരിക്കുന്നത്. കൂട്ടവധശിക്ഷ നടപ്പാക്കുമെന്ന് ഭീഷണി മുഴക്കിയെങ്കിലും പിന്നീട് ഇറാൻ ഭരണകൂടം രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തടവിലെ പീഡനം ഇവർക്ക് നേരിടേണ്ടി വരുമെന്ന ഭീതിയുണ്ട് പലർക്കും. മനുഷ്യാവകാശ സംഘടനകളും ഇതിനെക്കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കുകയാണ്. സർക്കാർ വിരുദ്ധ പ്രകടനക്കാരെ വധിക്കുന്നത് ഇറാനെതിരായ US സൈനിക നടപടിക്ക് കാരണമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് വധശിക്ഷയുടെ കാര്യത്തിൽ ഇറാന്റെ നയമാറ്റത്തിന്റെ പ്രധാന കാരണം. തടവുകാരെ ചിക്കൻ കബാബ് എന്ന് വിശേഷിപ്പിക്കുന്ന ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുന്ന കേസുകൾ ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ കബാബ് പാകം ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ തടവുകാരെ കൈകാലുകൾ കൊണ്ട് തൂക്കിയിട്ട കേസുകളാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. മോക്ക് വധശിക്ഷകൾ, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, വെളിച്ചം അല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് സെൻസറി ഓവർലോഡ്, നഖങ്ങൾ പിഴുതുമാറ്റുക, ശരീരമാകെ കീറി മുറിച്ച് വേദനിപ്പിക്കുക എന്നിവയൊക്കെയാണ് മറ്റു പീഡന രീതികൾ. ഔദ്യോഗിക ജയിലുകൾക്ക് പുറമെ രഹസ്യ കേന്ദ്രങ്ങളിൽ പ്രതിഷേധക്കാരെ പാർപ്പിക്കുകയും അവിടെ വെച്ച് കടുത്ത ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂടി ലംഘനമാണ്. പ്രക്ഷോഭകാരികളെ കണ്ടെത്താൻ ഭരണകൂടം വ്യാപകമായി പല സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് തെളിവുകൾ നശിപ്പിക്കുകയാണ്. പീഡനമേറ്റ തടവുകാർക്ക് അടിയന്തര വൈദ്യസഹായം നിഷേധിക്കുന്നത് മൂലം പലരും തടവറയ്ക്കുള്ളിൽ തന്നെ മരണപ്പെടുന്നു. മരണകാരണം ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ഇറാൻ 2 വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള യുദ്ധഭൂമിയാണ്. ഒരു വശത്ത് പതിറ്റാണ്ടുകളായി രാജ്യം ഭരിക്കുന്ന യാഥാസ്ഥിതിക മതനേതൃത്വവും മറുവശത്ത് ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പുരോഗമന ചിന്താഗതിയുള്ള യുവതലമുറയും. ഇറാനിലെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും ചെറുപ്പക്കാരാണ്. ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുറം ലോകത്തെ മാറ്റങ്ങൾ കാണുന്ന ഇവർക്ക് ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രധാരണ രീതികളും സാമൂഹിക നിയന്ത്രണങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക തകർച്ചയും യുവജനതയുടെ രോക്ഷവും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിലില്ലായ്മയും അതിരൂക്ഷമായ വിലക്കയറ്റവും ഇറാനിലെ യുവാക്കളെ തളർത്തുന്നു. ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളും ആഗോള ഉപരോധങ്ങളും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന തിരിച്ചറിവ് അവരെ തെരുവിലേക്ക് എത്തിക്കുകയാണ്. ഭക്ഷണമില്ല, ജോലിയില്ല, സ്വാതന്ത്ര്യമില്ല എന്ന മുദ്രാവാക്യം പാരമ്പര്യവാദികളോടുള്ള ഈ തലമുറയുടെ കടുത്ത വെല്ലുവിളിയാണ്. യുവതലമുറ ഡിജിറ്റൽ ലോകത്തെ തങ്ങളുടെ സ്വാതന്ത്ര്യ ഇടമായി കാണുന്നു. എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു ഭീഷണിയായിട്ടാണ് ഭരണകൂടം കാണുന്നത്. ഇന്റർനെറ്റ് നിരോധിച്ചും വെബ്സൈറ്റുകൾ നിരോധിച്ചും ഭരണകൂടം ആശയവിനിമയം തടയുമ്പോൾ VPN പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യുവാക്കൾ ആഗോള സമൂഹവുമായി ബന്ധം നിലനിർത്തുന്നു. ഈ സൈബർ യുദ്ധം 2 തലമുറകൾ തമ്മിലുള്ള ആശയപരമായ അകലം വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതിനെയാണ് പുതിയ തലമുറ ചോദ്യം ചെയ്യുന്നത്. പുരോഗമനപരമായ മൂല്യങ്ങളും ജനാധിപത്യവുമുള്ള ഒരു ഇറാൻ എന്ന സ്വപ്നമാണ് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നത്. ഇറാനിലെ ജനത നീതിക്കായി പോരാടുമ്പോൾ അവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വധശിക്ഷകളും തടവറയ്ക്കുള്ളിലെ 3ാം മുറകളും ഉപയോഗിച്ച് ജനതയെ നിശബ്ദരാക്കാനുള്ള നീക്കം പരാജയപ്പെടുന്ന കാഴ്ചയാണ് പ്രക്ഷോഭ കേന്ദ്രങ്ങളിൽ കാണുന്നത്.
തടവിലാക്കപ്പെട്ട ഇർഫാൻ സൊൾട്ടാനിയെ പോലുള്ളവരുടെ ജീവിതം ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ ഇറാനിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭരണകൂടത്തിന്റെ കിരാതമായ പീഡന മുറകളിൽ നിന്ന് നിരപരാധികളായ പ്രതിഷേധക്കാരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.